വാർത്തകളിലേക്ക് തിരികെ 27ാമത് കുടുംബശ്രീ വാർഷികാഘോഷവും കെ ലിഫ്റ്റ് പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 2025 നവംബറോടെ ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാനതല കുടുംബശ്രീ അവാർഡ് വിതരണവും ചെയ്തു. ലോകത്ത് കേരളത്തെ അടയാളപ്പെടുത്തിയ കേരളം മാതൃകയുടെ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവനയാണ് കുടുംബശ്രീ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചായിരുന്നു കുടുംബശ്രീ ആരംഭിച്ചത്. എന്നാൽ ഇന്ന് ആ ലക്ഷ്യവും പൂർത്തീകരിച്ച് പുതിയ ലക്ഷ്യങ്ങളെ ഏറ്റെടുക്കാൻ പാകത്തിന് പ്രസ്ഥാനം വളർന്നു പന്തലിച്ച് മഹാശക്തിയായി മാറിയിരിക്കുകയാണ്. 2025 നവംബറോടെ ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറാൻ കേരളം തയ്യാറെടുക്കുകയാണ്. അടുത്ത വർഷം കുടുംബശ്രീയിലൂടെ 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി കുടുംബശ്രീ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 1 വർഷം കുടുംബശ്രീയിലൂടെ കേരളത്തിൽ പുതിയ 1 ലക്ഷം തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. 1 ലക്ഷം തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞു. അതാണ് ഈ കുടുംബശ്രീ ദിനത്തിൽ നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അടുത്തൊരു വർഷം കുടുംബശ്രീയിലൂടെ 1 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകും എന്ന പ്രഖ്യാപനമാണ്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന് സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കയോസ്ക് തുടങ്ങാനുള്ള സംവിധാനം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കയോസ്ക്, സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള നോട്ട് പുസ്തകം, കൊട, എന്തൊക്കെ ആവശ്യമാണോ കുട്ടികൾക്കുള്ളത് അതെല്ലാം വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കയോസ്ക്. ഞങ്ങളുടെ ഈ പുതിയ ഗവൺമെൻറ് വന്ന ശേഷം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അല്ലാത്ത ഒറ്റ ആളിനെ ഒരു സ്കൂളിലും കയറ്റാനുള്ള അനുവാദം കൊടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ അനുവാദം തരണമെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. കേരളത്തിൽ 14,000 സ്കൂളുണ്ട്. സഹകരണ സംഘങ്ങളില്ലാത്ത എല്ലാ സ്കൂളുകളിലും കുടുംബശ്രീ സഹോദരിമാർക്ക് ഓരോ കയോസ്ക് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ചടങ്ങിൽ സംസ്ഥാനതല കുടുംബശ്രീ അവാർഡും വിതരണം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.